ഹലോ, അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പ്രത്യേകതയുണ്ട്. എന്തെന്നറിയോ? അതായത് നമ്മുടെ ഗിവ് അവേ ഇല്ലേ, അതിന് വിന്നറിനെ സെലക്ട് ചെയ്യുന്ന വീഡിയോകളിൽ ഒന്ന് ഇതായിരിക്കും. അപ്പോൾ ആ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ ഈ വീഡിയോയിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പിന്നെ നിങ്ങളുടെ പേരും കൂടി കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ കാണാൻ എന്ത് ഭംഗിയാണ്. ക്രേപ്പ് പേപ്പറാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. വീഡിയോയിൽ കാണുന്ന രീതിയിൽ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഞാനിവിടെ സ്റ്റെമ്മിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്നത് ബഡ്സാണ്. ബഡ്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കമ്പി എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിലും നമുക്ക് ഈർക്കിൽ വേണമെങ്കിലും എടുക്കാം. ഇനി പൂവുണ്ടാക്കി തുടങ്ങാം. ബഡ്സിൻ്റെ ആ ഒരു വൈറ്റ് പോർഷനിൽ കുറച്ച് ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പർ എടുക്കുക. ഇവിടെ എളുപ്പമാണെങ്കിൽ പോലും നമുക്ക് കുറച്ച് ക്ഷമയും അതുപോലെ തന്നെ കുറച്ച് ശ്രദ്ധയും അത്യാവശ്യമാണ്. നമ്മുടെ ഇടത് കൈയുടെ ആ ഒരു പിടുത്തമുണ്ടല്ലോ, അത് വിട്ടുപോകാനേ പാടില്ല. വലത് കൈയിലെ വിരൽ കൊണ്ട് പേപ്പറിനെ ഞൊറിഞ്ഞ് ആ ബഡ്സിനോട് ചേർത്ത് വെക്കണം. അതായത് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ ആ ബഡ്സിനെ കറക്കി കൊടുക്കുമ്പോൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് ആ ഒരു പേപ്പറിനെ നമ്മൾ ആ ഒരു ബഡ്സിലോട്ട് ചേർത്ത് ഞൊറിഞ്ഞ് വെച്ച് കൊടുക്കുക. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണേ. ഈർക്കിലോ കമ്പിയോ ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു വൈറ്റ് പോർഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നോ, ടിഷ്യൂ ഉണ്ടെങ്കിൽ അതെടുക്കുക. അതില്ലാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പേപ്പർ എടുക്കുക. ചെറിയൊരു പീസ് ഓഫ് പേപ്പറാണേ. എന്നിട്ട് അതിനെ മടക്കി കൊടുത്തിട്ട് ഈ ഒരു ബഡ്സിൻ്റെ ആ ഒരു വൈറ്റ് പോർഷനില്ലേ, അതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് ആ ഒരു ഈർക്കിലോ കമ്പിയിലോ വെച്ചിട്ട് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുത്താൽ ഈ ഒരു രീതിയിലൊക്കെ കിട്ടും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഒരു ഫ്ലവറിൻ്റെ വീഡിയോ എങ്ങാനും പോസ്റ്റ് ചെയ്തേക്കാം. പിന്നെ നമ്മുടെ KKPP ഓർമ്മയില്ലേ, നെയിം റൈറ്റിംഗ് ചലഞ്ച്, അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ചിലപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് കൂടുതലും വരുന്നത് ആ നെയിം റൈറ്റിംഗ് ചലഞ്ച് വീഡിയോസ് മാത്രമായിരിക്കും. അങ്ങനെ സംസാരിച്ചതാ നമ്മുടെ ഫ്ലവർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ആ ഒരു ഇടത് കൈയിലെ വിട്ടു പോവാനേ പാടില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിവിടെ നൂലാണ് എടുത്തിരിക്കുന്നത്. നൂലെടുക്കുന്നു, ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുക. എന്നിട്ട് അതിനൊരു കെട്ടിട്ട് കൊടുക്കുക. നമുക്ക് ഈസിയാണ് കേട്ടോ, അത് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. ആ കൈ വിടാതിരുന്നാൽ മാത്രം മതി. കൈ വിട്ടുപോയാൽ നമ്മുടെ ആ ഒരു പേപ്പർ ഫ്ലവർ മൊത്തത്തിൽ താഴെ പോവും. ഇനി ഞാൻ എടുത്തേക്കുന്ന ബഡ്സ് അല്ലേ, അപ്പോൾ ആ താഴെ ഭാഗത്ത് ആ ഒരു വൈറ്റ് പോർഷനും ഞാൻ വെട്ടിക്കളയുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ബഡ്സിൻ്റെ സ്റ്റെമ്മിന്, അതായത് നമ്മുടെ പൂവിൻ്റെ സ്റ്റെമ്മിന് നമുക്ക് കളർ കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഗ്രീൻ കളർ ടേപ്പാണ്. സ്റ്റേഷനറി ഷോപ്പിലൊക്കെ നമുക്കിത് മേടിക്കാനായിട്ടൊക്കെ കിട്ടും. എൻ്റെ കയ്യിൽ എത്രയോ വർഷമായിട്ട് ഈ ഒരു സംഭവം എൻ്റെ കയ്യിലുണ്ട്. ഇതില്ലാത്തവർ കളർ പേപ്പർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു സ്റ്റെപ്പും കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ പൂവ് റെഡി ആയിട്ടുണ്ട്. ഈ പൂവ് എനിക്ക് തോന്നി എന്തെന്നറിയോ, ഒരു സൈഡിൽ നോക്കുമ്പോൾ നമ്മുടെ ആ ബന്ദി ജമന്തി ആ ഒരു ടൈപ്പും, മറു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ 4 മണി പൂവില്ലേ, അതുപോലെയൊക്കെ എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഗിവ് അവേ അത് മറക്കണ്ട. ഇപ്പോൾ ഈ ഒരു കുഞ്ഞ് ഗിഫ്റ്റാണെന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട. നമ്മുടെ ഫാമിലി കുറേയൊക്കെ വലുതാവട്ടെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഹ്യൂജ് ഗിവ് അവേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാമേ. ടാറ്റാ.